ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഞാൻ PD ജോർജ്. ഞാൻ യൂണിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കേരളയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ പരിപാടി ഇന്ന് കവർ ചെയ്യുന്ന യൂട്യൂബിൽ ഇത് കവർ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഇത് നമ്മുടെ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് റിട്ടയറീസ് അസോസിയേഷൻ്റെ എറണാകുളം യൂണിറ്റിൻ്റെ ഒരു കുടുംബ സംഗമമാണ് ഇന്ന് നടക്കുന്നത്. ഇതിന് പല തരത്തിലുള്ള പരിപാടികളുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായ ജിയോ കിച്ചൺ ടൂർ വൈബ്സിലേക്ക് ഇത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മുടെ പാട്ടുകാരുടെ പാട്ടുകൾ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം കരോക്കെ ഞാൻ അന്ന് പറഞ്ഞതുമാതിരി തന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതില്ലാത്ത പാട്ടുകൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഷിൽസും അതുപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ അടുത്ത ഭാവിയിൽ തന്നെ എൻ്റെ ഈ യൂട്യൂബിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയൊക്കെ ഞാൻ സംഘടിപ്പിക്കുന്നതായിരിക്കും. അത് നമ്മുടെ സംഘടനാ രംഗം കോടതിന് ശേഷം ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു. അത് വളരെ നന്നായിട്ട് തന്നെ നടത്തി. കുറെ പേർ ഇവിടെ എത്തുന്ന കുറെ പേരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ മറ്റൊന്ന് സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന്റെ ഒരു അപര്യാപ്തതയായിരുന്നു. നമ്മൾക്കറിയാം, നമ്മൾ ഒരു മാസം മാതൃസംഘടനയിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള 350 രൂപ വെച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നമ്മുടെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരുപക്ഷെ എല്ലാവരും എടുത്തിട്ടുള്ള ആളാം. എങ്കിലും എടുക്കാത്തവർ നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. അത് നമ്മളൊരു സ്റ്റാൻഡിംഗ് സെഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ പെൻഷനിൽ നിന്നും മാസത്തിന്റെ ആദ്യം തന്നെ ആ 50 രൂപ നമ്മൾ റിക്കവർ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. വർഷത്തിലൊരിക്കൽ കൊടുക്കാൻ പോകുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ 50 രൂപ കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാനിറ്റൈസേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മുടെ ട്രഷറർ വർമാജിയുണ്ട്. വർമാജിയുടെ അടുത്ത് സാനിറ്റൈസേഷന്റെ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പൊ ചിലര് 250 രൂപ മാത്രം കൊടുത്ത് തുടർന്നു പോകുന്നവരുണ്ട്. അവരോട് കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ആ 600 രൂപയുടെ ഒരു സാനിറ്റൈസേഷൻ കൊടുക്കുക. എത്രയും പെട്ടെന്ന് അവസരങ്ങളൊക്കെ ഉണ്ട്. മറ്റെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി ഈ അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അവസരം നിങ്ങൾ വിനിയോഗിക്കുക എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ മടിച്ചു നിൽക്കാതെ സ്റ്റേജിലേക്ക് വരണം കൂടി ഞാൻ സൗഹൃദാംശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും കഴിഞ്ഞ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പക്ഷേ പേര് ഞാൻ വായിക്കാം, അതിനുശേഷം എഴുന്നേറ്റ് നിന്നാൽ മതി. കഴിഞ്ഞ നമ്മുടെ മീറ്റിംഗിലും ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ പങ്കെടുത്ത നമ്മുടെ മെമ്പർ തമ്പി, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള AK ഷാ, അതുപോലെ എമി ചേച്ചി, ചന്ദ്രശേഖര പൈ, നമ്മളെ വിട്ടുപോകുന്ന ഈ 4 പേരുടെയും ഓർമ്മിക്കുന്നതിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം.
നമുക്ക് യൂണിയൻ ബാങ്ക് റിട്ടയർസിന് ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണിത്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ഒരുമിച്ച് 30-40 കൊല്ലക്കാലം ജീവിച്ചു. റിട്ടയർമെൻറ്റിന് ശേഷം പല പരിമിതികൾക്കും ദയമായി നമ്മൾ കൊടുക്കുകയും നമ്മൾ പരസ്പരം കണ്ടുമുട്ടാനും സ്നേഹങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്കൊന്നായി പ്രവർത്തിക്കുവാൻ, ഒന്നായി കാണുവാൻ എല്ലാം ഒരവസരം തരുന്ന മഹത്തായ സ്ഥാനമാണ് നമ്മുടെ റിട്ടയറീസ് അസോസിയേഷൻ. ആ റിട്ടയറീസ് അസോസിയേഷൻ ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഇനിയും കഴിയുമെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും കൂട്ടായ്മകൾ ഉണ്ടാകണം. നമുക്ക് പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെയായി വീടുകളിൽ ഒതുങ്ങി കഴിയുമ്പോൾ ചിലർ കണ്ടുമുട്ടാൻ ഒരവസരം ഉണ്ടാകുന്നു. പരസ്പരം പരിചയപ്പെടുവാനും പരസ്പരം സ്നേഹങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ വിശേഷങ്ങൾ പങ്കിടുവാനും എല്ലാമുള്ള അവസരമാണ്. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടി എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ആ സന്തോഷം തുടർന്നും കൊണ്ടുപോകുവാൻ നമുക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മീറ്റിംഗ് ഇതൊരു യൂണിയൻ മീറ്റിംഗായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതൊരു കുടുംബ സംഗമമായി കാണുവാനും കുടുംബത്തിലുള്ള കൂട്ടായ്മകൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ മനസ്സിലാക്കുവാനും പരസ്പരം സഹായങ്ങൾ വേണ്ടത് സഹായങ്ങൾ കൊടുക്കുവാനും സഹായങ്ങൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും അങ്ങനെ നമ്മുടെ കുടുംബം ഒരു ലാർജ് ഫാമിലി ആക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ആ ഒരു ലാഘവത്തോടുകൂടി ഇതിനെടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു സ്വയം പരിചയപ്പെടുത്തലോടുകൂടി ഈ യോഗ നടപടികൾ ആരംഭിക്കാം. സ്വയം പരിചയപ്പെടുത്തൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അവരവരെ പരിചയപ്പെടുത്തുക. ഞാൻ PS ബാലൻ. ഞാൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയനിൽ ഏതാണ്ട് 30 കൊല്ലക്കാലം സർവ് ചെയ്തു. റിട്ടയർമെൻറ്റിന് ശേഷം ഏതാണ്ട് 25 കൊല്ലക്കാലം തന്നെ അത്രയും കാലം റിട്ടയറീസിനോടൊപ്പം പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ കൂട്ടായ്മയ്ക്ക് ശക്തരാക്കിയത്, നമ്മളെ ഈ ചെറുത്തുനിൽപ്പിന് ബലവത്താക്കിയത് നമ്മുടെ സംഘടനയാണ്. പെൻഷൻ എന്നുള്ള ആ പദ്ധതി ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ പലരും ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ നേടിത്തന്ന സംഘടനയോടും ആ പ്രസ്ഥാനത്തിനോടും നമുക്കുള്ള കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പെൻഷനെ ആശ്രയിക്കുവാനും കൂടി നമ്മൾ ഇതായിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരം റിട്ടയറീസ് അസോസിയേഷൻ്റെ ഒരു സംഗമത്തിൻ്റെ പ്രോഗ്രാം വായിച്ചു. വളരെയേറെ സന്തോഷം തോന്നി. ആ പ്രോഗ്രാം അവിടെ തിരുവനന്തപുരം യൂണിറ്റ് ഏതാണ്ട് 30-40 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ റിട്ടയറീസ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ ഒരു യൂണിറ്റ് നമ്മളുടേതാണ്, എറണാകുളം. ആ 40 അംഗങ്ങളുള്ള ട്രിവാൻഡ്രം യൂണിറ്റ് അവിടെ സംഗമത്തിൽ അവർ എല്ലാ അംഗങ്ങളെയും ആശ്രയിക്കുകയും വിളിച്ചുകൂട്ടുകയും കാണുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും ചാരിറ്റബിളായ കാര്യങ്ങൾ നടത്തുകയും വളരെ വളരെ അനുകരണീയമായിട്ടുള്ള പരിപാടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നമുക്കും ഇത് പ്രോഗ്രാം നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കണം, ശക്തിപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാകാത്ത ആളുകളെ സമീപിച്ച് അവരെ കൂടി അംഗങ്ങളായി ചേർത്തുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമാണ് മാറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സ്വയം പരിചയപ്പെടുത്തുന്ന വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ബാലനായിട്ട് കൊടുക്കാം. എൻ്റെ പേര് ബാലൻ നായർ. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. യൂണിയൻ ബാങ്കിൽ 38 വർഷം പ്രവർത്തിച്ചു. 2018 വിരമിച്ചു. ബാലകയുടെയും മറ്റ് നേതാക്കളുടെ കീഴിൽ എംപ്ലോയീസ് യൂണിയനോടൊപ്പം ഏതാണ്ട് 20 വർഷക്കാലം വിവിധ മേഖലകളിലായിട്ട് വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു. യൂണിയന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ പ്രവർത്തനം നടത്തി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർ സമ്മതിക്കുമെന്നറിയില്ല.
ഇപ്പോൾ സസുഖം ഞാനും എൻ്റെ ഭാര്യ ആശയും കൂടി വീട്ടിൽ കഴിയുന്നു. മക്കൾ രണ്ടുപേരാണ്. മകൻ ബാംഗ്ലൂർ IT ജോലി ചെയ്യുന്നു, മകള് ബോംബെയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും വിവാഹിതരാണ്. ഒരു കുഞ്ഞു മകൾക്കുണ്ട്, മകന് കുട്ടികളായിട്ടില്ല. സന്തോഷമായിട്ട് കഴിയുന്നു. യൂണിയൻ ബാങ്ക് 36 ദിവസം റിട്ടയർ ചെയ്തു. 12 റിട്ടയർ ചെയ്തു. ശേഷം നമ്മുടേതായ സംഘടനയിൽ തന്നെ നമ്മൾ ഞാൻ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഒരു പ്രവർത്തകനായിട്ട് മാത്രം ഭാര്യ 2 കുട്ടികളാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. എൻ്റെ പേര് സർ. ഞാൻ 2017 റിട്ടയർ ചെയ്ത് 35 കൊല്ലത്തിൽ പരം സർവീസുണ്ട്. ഞാൻ ബോൾഗാടിയിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ ഭാര്യ ഷൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പരിപാടികളിലൊക്കെ നമ്മൾ രണ്ടുപേരും പങ്കെടുക്കാറുണ്ട്. മൂത്ത മകൾ മരിയ ഫെഡറൽ ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു, ഇപ്പോഴും ഡൽഹിയിൽ. ഇളയ മകൻ പ്രവീൺ ആർക്കിടെക്റ്റാണ്. അദ്ദേഹം സ്വന്തമായിട്ട് എൻ്റെ കൂടെ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ ബോൾഗാടിയിലാണ് താമസിക്കുന്നത്. ഓക്കെ. ഞാൻ PNL ഉള്ളൂ. പിന്നെ കൂടുതൽ വിഷയങ്ങളിൽ പോകുന്നില്ല. നമ്മുടെ സമയം അധികം ഇപ്പോൾ തന്നെ പണി 11 ആകുന്നു. അതുകൊണ്ട് വളരെ വേഗം പേര് പറഞ്ഞു. രണ്ട് കുട്ടികൾ, ഒരാൾ പുറത്താണ്, ദുബായിലാണ്, ഒരാൾ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ല പോകുന്നു. പക്ഷേ DTC എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അറിയത്തുള്ളൂ. കാക്കനാട് താമസിക്കുന്നത് ആൾക്കാരെ കാണാൻ വേണ്ടി വളരെ വളരെ സന്തോഷം. എൻ്റെ പേര് പരമേശ്വരൻ. 2012 പെരുമ്പാവൂർ ബാങ്കിൽ റിട്ടയർ ചെയ്തു. ഞാനിപ്പോൾ ആലുവയിൽ താമസിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് പെണ്ണും രണ്ടാമത്തെ ആണും. എന്റെ പേര് തോമസ് എന്നാണ്. കാലടി ബാങ്കിൽ റിട്ടയർ ചെയ്തു. ശശി എന്തേ? എന്റെ പേര് ബേബി ജോസ്. 2013 റിട്ടയർമെന്റ്. 3 മക്കള്, 3 പേര് വിദേശത്ത്. എന്നിട്ട് പേര് പറ, പേടിക്കേണ്ട, പേര് മാത്രം പറഞ്ഞാൽ മതി. എന്റെ പേര് സിയാറിയ. ഞാൻ താമസിക്കുന്നത് ചൂണ്ടി. പെരുമ്പാവൂർ 1915 റിട്ടയറായി. 2 പിള്ളേരും ഒരുപാട് പൈപ്പിൽ നിറയെ വർക്കാണ്. ഞാൻ കേട്ടിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് MA ജോൺ. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇതുപോലെ ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുത്ത കുറെ ആളുകൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ പ്രായം അതിനനുവദിക്കുന്നില്ല, സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ അതുകൊണ്ടായിരുന്ന 4 പേര് നമ്മുടെ വിട്ടുകൊണ്ടുപോയി. ബാക്കിയുള്ള നമ്മുടെ ആളുകൾ നമ്മുടെ ഇതിന്റെ സംഘാടകര് ഇതിന്റെ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ യൂണിയൻ ബാങ്ക് ഇന്ത്യ റിട്ടയർഡീസ് അസോസിയേഷൻ കേരളത്തിലെ പല ജില്ലകളിലും ഇതുപോലെ ജില്ലാ യൂണിറ്റുകളുണ്ട്. അതിൽ പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം. അതിൽ തിരുവനന്തപുരം
അവർ വളരെയധികം ലാർജ് സ്കെയിലാണ് നടത്തുന്നത്. അവര് ഒരു വർഷം 1450 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അവർ സ്വമനസായ കൊടുക്കുന്നതാണ്. 250 രൂപ റിട്ടയർസ് അസോസിയേഷനും ബാക്കിയുള്ളത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് വിനിയോഗിക്കുന്നത്. നമ്മളും അതുപോലെ നമ്മുടെ ഒരു ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട്. നമ്മളാകെ കൊടുക്കുന്നതിലൂടെ സൂചിപ്പിച്ചു 250 രൂപ അസോസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 350 രൂപ വെച്ചാണ് നമ്മുടെ ഈ പരിപാടികളെല്ലാം എടുക്കുന്നത്. ഇന്നത്തെ ചെലവുകളും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് അതിനുള്ള സമയം കളയാനുമില്ല. നമ്മുടെ ഈ സംഗമം വളരെ ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് വളരെ ആഹ്ലാദകരമാകണം. നമ്മുടെ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള കണ്ടുമുട്ടലുകൾ നമ്മുടെ ഈ വലിയ എല്ലാവർക്കും ടെൻഷനാണ്. നേരത്തെ നമ്മുടെ ജോലി ടെൻഷനായിരുന്നു, വീട് ടെൻഷനായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം റിട്ടയർ മാറും വിചാരിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പേരക്കുട്ടികളുടെ കാര്യത്തിലായി അങ്ങനെയൊക്കെ ടെൻഷന്റെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ. അപ്പൊ അതിൽ നിന്നൊക്കെ ആദ്യം ഒരു പാട്ട് ഇത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞ് മനസ്സൊന്ന് റിലാക്സ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേജിൽ നിന്ന് പാടിയത്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കൂട്ടത്തിലാണ് നമ്മുടെ 2-3 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ ബാങ്കിലെ കഴിഞ്ഞ നവംബർ മാസം നമ്മുടെ ആൾ ഇന്ത്യ യൂണിയൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും മാനേജ്മെന്റുമായിട്ട് ഒപ്പിട്ട എഗ്രിമെന്റുകൾ, അതായത് നേരത്തെ നമുക്ക് 3 മാസത്തിലുള്ള ഗ്രൂപ്പിന് 2000 രൂപ എന്നുള്ളത് 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് ചെലപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾക്ക് 3000 രൂപ ഒരു വർഷം കിട്ടും. അത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ്. അത് ആ അവസരം വിനിയോഗിക്കുക. മറ്റൊന്ന് ഒരു മഹത്തായ നേട്ടം 10,000 രൂപയിൽ താഴെയുമായി നമ്മുടെ പ്രീ ABCs 36 മുമ്പ് റിട്ടയർ ചെയ്തിട്ടുള്ളവർ, ഈ ബേജ് സ്റ്റേജിൽ മാർഗൽ സീനിയേഴ്സ് റിട്ടയർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള എല്ലാവർക്കും മിനിമം പെൻഷൻ 10,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് വിഭാഗപ്പെട്ട ആളുകൾക്കും മിനിമം 10,000 രൂപ പെൻഷനായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു നേട്ടം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. 20,000 രൂപയിൽ താഴെ പെൻഷനുള്ള എല്ലാവർക്കും ഏത് കാറ്റഗറി ആണെങ്കിലും പെൻഷനറായാലും ഫാമിലി പെൻഷൻ, ഈ എംപ്ലോയി റിട്ടയർ മരിച്ചു പോയിട്ട് അവരുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നതെങ്കിൽ ഫാമിലി പെൻഷനൊക്കെയാണെങ്കിലും 20,000 രൂപയിൽ കുറവാണ് അവർക്ക് പെൻഷനില്ല. ഹെൽത്ത് ഇൻഷുറൻസിന് 60% അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ വർഷം നമ്മുടെ മിനിമം ബേസ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസിന് 3,28,145 രൂപയായിരുന്നു പ്രീമിയം. അതിന്റെ 60%, അതായത് 12,000 രൂപയോളം നമുക്ക് അതിന്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. ബാക്കി 17,935 രൂപയ്ക്ക് 3 ലക്ഷം രൂപയ്ക്കുള്ള ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഇത് പലരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് കഴിക്കുന്നത്. ഒരു മാസം നമുക്ക് മറ്റുള്ള നമ്മുടെ സർവീസിലുള്ള പോലെ സർക്കുലർ അയക്കാൻ ബുദ്ധിമുട്ട്, എല്ലാവരുടെ വീടുകളിലേക്ക് അയക്കണം. അതിനുള്ള സാമ്പത്തിക ചെലവും ബുദ്ധിമുട്ടുകളും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാട്സാപ്പിനകത്ത് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് നമ്മുടെ വളരെ ഒരു നേട്ടമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നേരത്തെ ഈ റിസൈൻ ചെയ്തിട്ടുള്ളവർ ബാങ്കിൽ നിന്നും നാദസൗവർണിക കലാകാരന്മാരുടെ പേരൊക്കെ പെൻഷൻ കിട്ടുവാനില്ല. അങ്ങനെയുള്ള കാര്യം ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കലാകാരന്മാരുടെ പേരൊക്കെ അതിൽ ഒരു വ്യക്തിയാണ് ഇരിക്കുന്ന ഹരിഹരദത്തൻ. 2010 മാന്നാർ ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ തുടർന്ന് പോകാൻ സർവീസിലേക്ക് വളരെ സപ്പോർട്ടുകാരന് റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ 15,000 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ആ സന്തോഷത്തെ തീരുകയായിരുന്നു. മറ്റൊന്ന് അതുപോലെ ഉണ്ടായിരുന്ന എലിസബത്ത് മത്തായി ഇവിടെ റിസൈൻ ചെയ്ത് പുറത്തേക്ക് ഹസ്ബൻഡ് ഉദ്ദേശിച്ചിട്ടാണ്. ആ എലിസബത്ത് മത്തായിക്ക് പെൻഷൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. നമ്മളത് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ സന്തോഷങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ നമ്മളെ ഇതിലെ നമ്മുടെ റിട്ടയർഡീസ് അസോസിയേഷൻ ആണ്. റിട്ടയർഡീസ് അസോസിയേഷനിലെ ഇനിയും പരിസരത്ത് തരാനുള്ള
ബാക്കിയുള്ള രനീഷാണല്ലോ. നൽകി അതിനാണ് ഞാൻ ചോദിച്ചത്. അടുത്ത മീറ്റിംഗിൽ എത്തി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2025 എല്ലാവർക്കും ഈ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റേതുമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരുമാനത്തോടുകൂടി നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള നാദ സൗഹൃദിക എന്ന മ്യൂസിക് ഗ്രൂപ്പിന്റെ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി അതിലെ കലാകാരന്മാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ജയകുമാർ, രാജേഷ്, സുപ്രിയ, രവീഷ്, ഈ 4 കലാകാരന്മാരാണ് നമുക്ക് വേണ്ടി ഇവിടെ പാടുന്നത്. അവർ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആരംഭിക്കും. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ? മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുൻപേ, യവനിക വീഴും മുൻപേ, കഥ മുഴുവൻ തീരും മുൻപേ, യവനിക വീഴും മുൻപേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ, അവൾ നടന്നുവല്ലോ. മഞ്ഞിലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി
ചകോരി ചകോരി. ഞാൻ പാട്ട് പാടാൻ വന്നതല്ല. ഞാൻ യൂണിയൻ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ കൂടാതെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക്. അതിലേക്കും കൂടിയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ പാടിയ പാട്ടുകളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഗ്യാരണ്ടി ഇല്ല. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വാള് മുമ്പിൽ കണ്ടത്. അതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടേഴ്സ് കേസ് കൊടുത്താക്കിയിരിക്കുന്നത്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ യൂട്യൂബിൽ ഇടാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പാട്ടൊക്കെ പോകും, കിട്ടൂല. അത് പറയാൻ പറ്റാണ്. അതായത് അങ്ങനെയല്ല, ഈ ഇരിക്കുന്നവരെല്ലാവരും ഒരു 81, 82, 83, 86 കാലഘട്ടത്തിലേക്ക് മാറിപ്പോയതിനോട് സന്തോഷമുണ്ട്. കാരണം ഇവിടെ കേട്ട പാട്ടെല്ലാം ആ കാലഘട്ടത്തിന്റെ പാട്ടാണ്. കാരണം മനുഷ്യൻ മാറിപ്പോയി. പക്ഷെ ഞാൻ അതിന്റെ പുറകോട്ടൊരു പാട്ടിന് കുറച്ച് വരി പാടാം. നമ്മൾ ഇന്നത്തെ സിനിമ വരുന്നതിന് മുമ്പ് നാടകലോകം ഉണ്ടായിരുന്നു. ആ നാടകലോകത്തിലൊരു പാട്ടിനെ കുറച്ച് ഭാഗം പാടാം. എനിക്ക് അറിയാവുന്ന വിധത്തിൽ ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ എന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു നാം, എവിടേക്കോ പോണു നാം, എവിടെ നിന്നോ വന്നു നാം, എവിടേക്കോ പോണു നാം. വിളക്ക് മരമേ, വിളക്ക് മരമേ, വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിടലിടമില്ല. മഹേശ്വരി തായേ ആയിരമുഖമുടയാളേ ദേവി ദക്ഷിണ കാളി. മഹേശ്വരി തായേ ആയിരമുഖമുടയാളേ. ഈരായിരം കണ്ണുകൾ എന്തും ഉനക്കെന്ന, ഈരായിരം കണ്ണുകൾ എന്തും ഉനക്കെന്ന, ഒരു എഴിൽ പാർവൈ എന്ന മേലിல்லை, ഒരു എഴിൽ പാർവൈ എന്ന മേലിல்லை, ഒരു எழில் பார்வை அந்த மேலில்லை. ஆயிரமுக
அடி என்னவளே என் இதயத்தை தொலைத்து விட்டேன். எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். கோவிலமே நீ குரல் கொடுத்தால் உன்னை கொண்டு கண்ணடைப்பேன். கோபுரமே நீ சாய்ந்து கொண்ட உங்கள் கூந்தலில் நீ பிடிப்பேன். வெண்ணிலவே உன்னை தூங்க வைக்க உந்தன் நிழலுக்கு சொடுப்பெடுப்பேன். வருடவரும் பூங்காற்றையெல்லாம் ஒரு வடை கட்டி அனுப்பி வைப்பேன். என் காதல் உன் காதலில் எழுதிய கோலங்கள் ஒரு கவிதையாய் എന്നവളെ. ഉദിച്ചുയരാതിരുന്ന എന്ത് സംഭവിക്കും? ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകില്ല, നമ്മളുണ്ടാകില്ല, ഒന്നും ഉണ്ടാകില്ല. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് കുറുപ്പ് സാർ എഴുതിയ സൂര്യഗീതം എന്ന കവിതയുടെ മുഴുവൻ ഭാഗവും ഞാൻ ചൊല്ലുന്നില്ല. ആദ്യ ഭാഗം ഒരു 24 വരി ഇവിടെ ഞാൻ ആലപിക്കുകയാണ്. സുസ്തി ഹേ സൂര്യ സുസ്തി സുസ്തി ഹേ സൂര്യ സുസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തത്തദിത്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിട ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരജരികളുരുവിട്ട് കുളിരിന്റെ കുടമൂരി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൂമ്പുകൊണ്ടൊന്നല്ല പത്തല്ല മണ്ണിന്റെ ഉണ്ണികളൊക്കെ അമൃതുട്ടുവാൻ പട്ടിന്റെ പൂളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. പ്രാവുകൾ മയങ്ങുന്ന കൂടാർന്നൊരമ്പലക്കാവിലിഴയുന്നു കരിഞ്ചീര. മാനത്തു കണ്ണിയും മക്കളും കേവലാഹ്ലാദത്തിൽ നീന്തുന്ന നീറ്റിലെ നിശബ്ദ ഗീതമായി ആരോരാത്ത മണ്ണിന്റെ നേരുകൾ മണ്ണട്ടയായി കരഞ്ഞാർക്കുന്നു. രാഗവും
രൗദ്രവും പച്ചയും കത്തിയും രാവും പകലും പരസ്പരം പിന്തുടർന്നോടുന്നു തളരാതെ താഴാതെ തുടരുന്നു ജീവന്റെ ഉന്മ നൃത്തം ജീവന്റെ ഉന്മത്ത നൃത്തം കന്നിവയലുഴുതു ഞാൻ ആദ്യം വിതച്ചതിന് ഉന്നിന്നു പത്തായി എനിക്കു പകരം തന്ന മണ്ണിൽ ഞാനെന്റെ കുഞ്ഞനുജനെ കേവലം കുഞ്ഞാടിനെ പോലെ കുരുതി ചെയ്ത നിണം കൊണ്ടു വിധയിറ്റവീ ഈ സകല സാക്ഷി നിന്നെഞ്ചേറ്റമൊരു വിള്ളലായതു മ്യൂസിക് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറീസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ യൂണിറ്റിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു ഗാനത്തോടുകൂടി മ്യൂസിക് പരിപാടി അവരോട് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു ഒത്തുതീർന്നിട്ടുള്ള നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പ്രശ്നമുണ്ട് ഭക്ഷണത്തോടുകൂടി നമ്മൾക്ക് പിരിയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നേരത്തെ ഞാൻ ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ആൾ കേരള റിട്ടയറീസ് അസോസിയേഷന്റെ കാര്യം പറയുന്നത് യൂണിയൻ ബാങ്കിന്റെ കാര്യം മാത്രം പറയാൻ പോകുന്ന ബാലാജി പറഞ്ഞു. അദ്ദേഹത്തോടുള്ള ഹൃദയംഗമമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഔപചാരികതയുടെ പേരിലാണെങ്കിൽ കൂടി നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ് സഖാവ് സുരേനും രവിക്കും ബാലനും അതുപോലെ തന്നെ വർമാനിക്കും ഒക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാത്തിനും ഉപരിയായി ഈ പരിപാടി അനൗൺസ് ചെയ്തു ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെയും വിളിക്കുമ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാമെന്നും കൃത്യസമയത്ത് ഇവിടെ എത്തി ഈ പരിപാടി ഗംഭീര വിജയമാക്കി തന്ന ഈ പങ്കെടുത്ത ഓരോ വ്യക്തികളോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് ഷാജി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിനും ഈ സൗഹൃദ സംഗമത്തിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Gracias.